2021 കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചത് ഈ കൂട്ടരാണ്. 2026 ആര് കേരളം ഭരിക്കണമെന്ന് തീരുമാനിക്കുവാൻ പോകുന്നതും ഈ കൂട്ടർ തന്നെയാണ്. ആരാണ് അവർ? കേരളത്തിന്റെ വോട്ട് ശതമാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. സ്വാഭാവികമായും സ്ത്രീകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവർ വിജയിപ്പിച്ചു എന്ന് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. നിലവിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കേരളം ഭരിക്കുവാൻ പോകുക എന്ന് തീരുമാനിക്കുവാനുള്ള ശക്തിയും കേരളത്തിൽ സ്ത്രീകൾക്കുണ്ട്. എന്നാൽ മാധ്യമങ്ങൾക്കും മറ്റ് സർവേകൾക്കും അതിൽ എന്ത് പങ്കുണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ചില കണക്കുകൾ പുറത്തു വരുമ്പോൾ ആകെയുള്ള വോട്ടർമാരിൽ എത്ര വനിതാ വോട്ടർമാരുണ്ട്, അവരിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര പേർ വോട്ട് ചെയ്തു, അതിൽ എത്ര പേർ ഓരോ പാർട്ടികൾക്കുമായി വോട്ട് ചെയ്തു എന്നുള്ള കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ വനിതാ വോട്ടർമാരെ സംബന്ധിച്ച് കേരളത്തിലെ വനിതാ വോട്ടർമാരുടെ എണ്ണം വളരെയേറെയാണ്. അവർ ഒരു നിർണായക ശക്തി തന്നെയാണ്. അവർ തീരുമാനിക്കും ആര് കേരളം ഭരിക്കുമെന്ന്. അത്ര വ്യക്തമാണ് അവരുടെ തീരുമാനങ്ങളും അവരുടെ നീക്കങ്ങളും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2,77,49,158 വോട്ടർമാരിൽ 1,43,36,131 പേർ വനിതകളായിരുന്നു. അതായത് ആകെ 59.56% വനിതകൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കണക്കുകൾ വ്യക്തമായിരുന്നു. കാര്യങ്ങളും ഇതുപോലെ തന്നെയായിരുന്നു. സ്ത്രീകൾ കോൺഗ്രസിനെ അകമഴിഞ്ഞ് സഹായിച്ചു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. ആരോഗ്യരംഗത്തും ഭക്ഷ്യസുരക്ഷാ രംഗത്തും അതുപോലെ തന്നെ കിറ്റ് നൽകുന്നതിലടക്കമുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ തന്ത്രപരമായ നീക്കത്തിലൊക്കെ കേരളത്തിലെ സ്ത്രീകൾ ഇടതുപക്ഷത്തെ വിശ്വസിച്ചു, അവർക്ക് വോട്ട് നൽകി. അങ്ങനെ 2021 കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ സർക്കാർ തന്നെ അധികാരത്തിലെത്തി. 2016 ഇടതുപക്ഷം തന്നെ കേരളത്തിലെ സ്ത്രീകൾ പിന്തുണച്ചു. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18 മുതൽ 30 വരെ പ്രായത്തിനിടയിലുള്ള സ്ത്രീകളിൽ 39% LDF വോട്ട് ചെയ്തു. 2021 ആയപ്പോഴേക്കും അത് 49% ഉയർന്നു. 60 വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ളവരിൽ 67% LDF പിന്തുണ നൽകി. അതിൽ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. 2016 അത് 64 ആയിരുന്നു. 2021 ആയപ്പോഴേക്കും അത് വർദ്ധിച്ചു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ് LDF കൂടുതലായി വോട്ടുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2019 കോൺഗ്രസിനെ അകമഴിഞ്ഞ് സഹായിച്ച വനിതകൾ 2021 ആയപ്പോഴേക്കും കൊറോണയും കിറ്റുമൊക്കെ വലിയ പ്രധാനപ്പെട്ട ഘടകമായി കണ്ട, പെൻഷനൊരു പ്രധാനപ്പെട്ട ഘടകമായി കണ്ട ഇടതുപക്ഷത്തെ തന്നെ വീണ്ടും അകമഴിഞ്ഞ് സഹായിച്ചു. അതുതന്നെയാണ് കണക്കുകളും വ്യക്തമാക്കുന്നത്. ഓരോ തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അടുത്ത 6 മാസത്തിനുള്ളിൽ ഇനി ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ഉറച്ച തീരുമാനം സ്ത്രീകൾ എടുക്കാറുണ്ട്. അതിൽ 2% സ്ത്രീകൾ മാത്രമാണ് മാധ്യമങ്ങളിലെ വാർത്തകളിൽ വ്യതിയാനമുണ്ടാക്കുന്നത്. ഭർത്താക്കന്മാരും മക്കളും മറ്റു ബന്ധുക്കളും ഒക്കെ പറയുന്നതനുസരിച്ച് വോട്ട് മാറ്റിക്കുത്തുന്നത്. അല്ലാത്ത പക്ഷം എല്ലാ സ്ത്രീകളും വിദ്യാസമ്പന്നരായതുകൊണ്ടും എല്ലാ സ്ത്രീകളും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നതുകൊണ്ടും സ്ത്രീകൾ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് തന്നെ കാര്യങ്ങളിൽ ഒരു ഉറപ്പ് വരുത്തുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആശാ വർക്കർമാരുടെ പ്രശ്നവും സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് സ്ത്രീകൾ ഈ കുറി കോൺഗ്രസിന് വോട്ട് ചെയ്യുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ UDF തന്നെയാകും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എത്തുക.